രാമേന്ദ്രൻ സാർ, നമ്മുടെ അടുത്ത പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമെന്ന് ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എല്ലാ സർവേ ഫലങ്ങളും BJPക്ക് 400-നടുത്ത് സീറ്റ് കിട്ടുമെന്നും പറയുന്നു. മലയാളത്തിലെ ഏറ്റവും തലമുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാമേന്ദ്രൻ സാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി രാമനാണ് എന്ന് പൊതുവെ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മോദി ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതാണ് BJP. ജനങ്ങൾക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ്? വാക്ക് പാലിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് ഉള്ള വിശ്വാസം പൊതുവേ ഉണ്ട്. മാത്രമല്ല, കളങ്കമേശാത്തൊരു വ്യക്തിത്വമാണ്, ലാളിത്യമാണ് മുഖമുദ്ര. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ മോദിയാണ് മത്സരിക്കുന്നതെന്ന് ഓരോ സ്ഥാനാർത്ഥിയും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. സാധാരണ ഈ അങ്ങനെ വരാറില്ല. കാരണം ഈ ഭരിച്ച് ഒരു ഇൻകംബൻസി ഒരു ഘടകം വരും എന്ന് പറയാറുണ്ടല്ലോ. അതില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് അത്ഭുതകരമാണ്. സാധാരണഗതിയിൽ ഈ സിനിമാ സംവിധായകരൊക്കെ ഒരു സിനിമ, ആദ്യത്തെ സിനിമ വലിയ വിജയകരമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഥ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. ഇതങ്ങനെയല്ല. സിനിമ വിജയകരമായിട്ട് ഓടുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന ഒരു സംവിധായകനായിട്ടാണ് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാണുന്നത്. മോദിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന വർഷം ആണ് ജനിക്കുന്നത്. അതായത് റിപ്പബ്ലിക്കിൻ്റെ കൂടെയാണ് അദ്ദേഹം വളരുന്നത്. അത് ശരി. അങ്ങനെയാണ് അദ്ദേഹം വളരുന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന വർഷം ജനിക്കുന്നു, റിപ്പബ്ലിക്കായി ഇന്ത്യയുടെ കൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരത്തിന് പ്രത്യേകതയുണ്ട്. നെഹ്റു 30ാമത്തെ വയസ്സ് വരെ ഒന്നും ചെയ്തിട്ടില്ല. മോദി 16ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അദ്ദേഹം ചെറിയ സ്വയം സേവകനൊക്കെ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനുവേണ്ടി ജീവിക്കുകയും ലളിതമായി. ഇപ്പോൾ ഉദാഹരണത്തിന്, ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരു സ്വയം സേവകൻ, അദ്ദേഹത്തെ മുൻപേ തൊട്ടേ അറിയാവുന്ന അറിയാവുന്ന ആള് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഓഫീസിലേക്ക് പോയി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സീറ്റിൽ നിന്ന് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇനി എൻ്റെ മുറിയിലേക്ക് പോകാം മോദി പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെ മുറിയിൽ ചെന്നപ്പോൾ ഈ സ്വയം സേവകൻ അത്ഭുതപ്പെട്ടു പോയി. നിലത്ത് വിരിച്ചിരിക്കുന്ന പായ, ചെറിയ എന്തോ ഒരു സ്റ്റൗ പോലെ എന്തോ തന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സംവിധാനം. ഇങ്ങനെ ഈ ഒരു പായൽ കിടക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള അധികം പേര് അറിയുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് അദ്ദേഹം 11 ദിവസത്തെ വ്രതമെടുത്തിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ഈ സമയത്തെ തോൽപ്പിച്ചുകൊണ്ട്, കാലത്തെ തോൽപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ച് ലളിതമായി ആ വ്രതം ഇല്ലേ, കേരളത്തിലൊക്കെ വന്നല്ലോ. ആ സമയത്ത് ഞാൻ ഈ സംഭവം ഓർക്കുകയുണ്ടായി. അല്ല, നമ്മുടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോഴും അദ്ദേഹം നിലത്ത് കമ്പളം വിരിച്ചാണ് കിടന്നതെന്ന് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ. അതുപോലെ ഇളനീര് കുടിക്കുക, ആ വ്രതം കൃത്യമായിട്ട് പാലിച്ചു. വെറുതെ ഈ ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളുകളൊക്കെ ധാരാളം ഉള്ള സ്ഥലമല്ലേ കേരളം. അതുപോലെയൊന്നുമല്ല. വ്രതശുദ്ധിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അത് വടക്കേ ഇന്ത്യയിലെ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഇവിടെയാണ് അറിഞ്ഞാലും പറയും. നമ്മുടെ പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് അവിടെ നിലത്ത് വിരിച്ച കമ്പളത്തിലാണ് കിടന്നുറങ്ങിയത് എന്നത് നമ്മുടെ പത്രങ്ങളിൽ വലിയ വാർത്ത പോലുമല്ല. പക്ഷെ അതിനു മുമ്പ് ഒരു രാഷ്ട്രപതി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ അവിടുത്തെ കമ്പളം ഭാര്യ അവിടുന്ന് എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയതായിട്ടും ആ കാലത്ത് വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ എറണാകുളം വേറൊരു കമ്പളക്കഥയുണ്ട് അല്ലേ. പക്ഷേ ഈ മോദിയെ എന്ന മനുഷ്യനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം, ഇതൊന്നും പുറത്തു പറയാനോ ഒന്നും വിശിഷ്യ കേരളത്തിൽ മാധ്യമങ്ങളൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതെ, അവര് അദ്ദേഹത്തെ വിളിക്കുന്നത് വർഗീയവാദി എന്നും ഫാസിസ്റ്റ്, ചില സമയത്ത് പൊട്ടനും വിളിക്കാറുണ്ട്. പൊട്ടൻ ഒരു മനുഷ്യൻ ഇത്രയും കാലം മുഖ്യമന്ത്രിയായിരിക്കുക, 2 വട്ടം പ്രധാനമന്ത്രിയായിരിക്കുക, ആ ഒരു ആനുകൂല്യമെങ്കിലും, ബുദ്ധിയുണ്ട് എന്നുള്ള ആനുകൂല്യമെങ്കിലും ഈ
കപടമതേതരവാദികൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ലേ? മാത്രമല്ല അദ്ദേഹത്തിന് ഈ സന്ദേഹങ്ങളില്ല. നെഹ്റുവിന് സന്ദേഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നെഹ്റുവിൻ്റെ കയ്യിൽ ഇറക്കുമതി ചരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയാണ് നടക്കുന്നത്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റാഞ്ചി സ്വന്തം പാർട്ടിയാക്കിയ ആളാണ് നെഹ്റു. പഞ്ചവത്സര പദ്ധതികൾ സോവിയറ്റ് യൂണിയനിൽ കോപ്പി അടിച്ചതാണ്, ഇറക്കുമതി ചരക്കാണ്. അതേസമയം ആദ്യം 2014 ഈ മോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയപ്രസംഗത്തിൽ മോദി പറഞ്ഞത് എന്താണെന്നറിയോ? നമുക്ക് ചില കാര്യങ്ങൾ പൊളിച്ച് പണിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ചില സംഗതികൾ പൊളിക്കാൻ ചിലവ് കൂടും. അതിനേക്കാൾ നല്ലതായിരിക്കും പുതിയതുണ്ടാക്കുക. അങ്ങനെ നമുക്ക് പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് മോദി പറഞ്ഞു. ഇത് ഞാൻ അന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാചകമാണ്. അത് പറയുക മാത്രമല്ല, അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു. പകരം ആ സ്ഥാനത്ത് നീതി ആയോഗ് വന്നു. അതായത് ഒരു കാഴ്ചപ്പാട് ആ മനുഷ്യനുണ്ട് എന്ന് തെളിയിച്ചതാണ്. നെഹ്റുവിൻ്റെ ആസൂത്രണ പദ്ധതികൾ അത് സോവിയറ്റ് യൂണിയനിൽ 1928 തുടങ്ങിയ പഞ്ചവത്സര പദ്ധതികളുടെ പകർപ്പാണെന്ന് നമുക്കറിയാം. അത് ആദ്യഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിൽ വിജയിച്ചിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ 30കളിൽ റൂസ്വെൽറ്റിന്റെ നയം അമേരിക്കയിലും വിജയിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അമേരിക്കൻ സംഭവം പകർത്താമായിരുന്നു നെഹ്റുവിന്. ക്യാപിറ്റലിസത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ളത്, സ്വകാര്യ ഉടമയ. അത് ചെയ്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതു ഉടമയിൽ കൊണ്ടുവരിക, വലിയ അണക്കെട്ടുകൾ പണിയുക, ബക്രാനങ്കൽ ഇതാണ് നമ്മളുടെ ശില്പം എന്നൊക്കെ പറയുക. ഇങ്ങനത്തെ വീൺവാക്കുകളുടെ ഒരു കാലഘട്ടമായിരുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ. ഈ ആസൂത്രണ കമ്മീഷൻ നെഹ്റു നടപ്പാക്കുമ്പോൾ അതിന്റെ അമരക്കാരനായിട്ട് കൊണ്ടുവന്നത് ഒരു ഊർജതന്ത്രം പഠിച്ച ആളെയാണ്, PC മഹലനോബിസ്. ഫിസിക്സ് ആണ് പഠിച്ചത്. അദ്ദേഹത്തിനെ ആസൂത്രണ കമ്മീഷനിൽ സ്ഥിരം അംഗമാക്കിയത് തന്നെ പിന്നീടും കുറെ വർഷം കഴിഞ്ഞു വേറെ താല്പര്യങ്ങളുടെ പുറത്തായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിൽ സ്ഥാപിച്ച് ഡയറക്ടർ ആക്കുകയൊക്കെ ഫിസിക്സ് ആണ് അദ്ദേഹം പഠിച്ചത്. അതിൻ്റെയാണ്, അല്ലാത്ത കണക്കുകളല്ല. എന്നാലും കുറെ ഇക്കണോമിസ്റ്റുകൾ പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാവുകയോ ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ഞാൻ പറയുന്നത് നിഖിൽ മേനോന്റെ അമേരിക്കയിൽ ബഫല്ലോ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടുള്ള ഒരു മലയാളി ഉണ്ട്, യുവാവാണ്, നിഖിൽ മേനോൻ. പ്ലാനിംഗ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. ഇതിൽ ഇന്ത്യയുടെ ഈ ആസൂത്രണം എങ്ങനെയാണ് പിഴച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന രാഷ്ട്രീയമൊന്നും അതിൻ്റെ അകത്തില്ല കേട്ടോ. ശരിക്കും ഈ ശാസ്ത്രീയമായിട്ട് ഈ അക്കാഡമിക് ആളുകൾ എഴുതുന്ന പോലത്തെ ഒരു പുസ്തകം. പക്ഷെ കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടും. അതിൻ്റെ പിഴവ് എന്തായിരുന്നു എന്നൊക്കെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല പുസ്തകമാണെന്ന് രാമേന്ദ്ര ഗുഹയും പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിൻ്റെ പിഴവുകൾ അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് രാജിക്കത്തിൽ, അതായത് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ധനമന്ത്രി ജോൺ മത്തായി രാജിവെക്കുന്നു. ജോൺ മത്തായി രാജിവെച്ചിട്ട് എഴുതുന്ന രാജിക്കത്തിൽ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് അനവസരത്തിലാണെന്നും ആവശ്യമില്ലാത്തതാണെന്നും അതൊരു സമാന്തര സംവിധാനമാണെന്നും ഇത് ആവശ്യമില്ലാതെ ധനമന്ത്രാലയത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നും ജോൺ മത്തായി പറഞ്ഞിട്ടുണ്ട്. ആ രാജിക്കത്തൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പല രാജിക്കത്തുകളിലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട്, വിമർശിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ ജോൺ മത്തായിയുടെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ജോൺ മത്തായിയുടെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ഉപജാപക വൃന്ദത്തിന്റെ പിടിയിലാണ് എന്ന് നെഹ്റുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ഇതുപോലെ അംബേദ്കറിന്റെ രാജിക്കത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുണ്ട്. ലിയാഖത്ത്, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു ഉണ്ടാക്കിയ സന്ധി അത് ഹിന്ദു വിരുദ്ധമാണെന്ന് അംബേദ്കറുടെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ജോൺ മത്തായിയുടെ രാജിക്കത്തിലും ഇതുണ്ട്, ഹിന്ദു വിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. നെഹ്റുവിന്റെ നിഖിൽ മേനോന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ഈ 1965 ശേഷം ഈ പാടിച്ച പറയുമ്പോഴാണ്, 65 വരെയൊക്കെ വേണമെങ്കിൽ ആളുകളെയൊക്കെ വിശ്വസിപ്പിച്ചൊക്കെ നടക്കാം. പക്ഷെ 1965 ശേഷം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതിയോ ഈ സോവിയറ്റ് മാതൃകയോ കമ്മ്യൂണിസ്റ്റ് മാതൃകയോ ഒന്നും സ്വീകരിക്കാത്ത രാജ്യങ്ങൾ വല്ലാതെ അങ്ങ് കുതിച്ച് മുകളിലേക്ക് പോകാൻ തുടങ്ങി.
ഇന്ത്യ അപ്പോഴും പുറകോട്ടടിച്ച് നിൽക്കുകയായിരുന്നു. സത്യത്തിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഈ സോവിയറ്റ് യൂണിയന്റെ ഒരു കളിപ്പാവയായിട്ട് നെഹ്റു എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ളത്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ ഗാന്ധിവധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട്, എന്തുകൊണ്ട് ഈ പാവയായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കോൺഗ്രസിന് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന കാലത്ത്, പിന്നീടുള്ള കാലം ഞാൻ പറയണേ, ഇന്ദിരയുടെ കാലം, ആ കുടുംബം ഈ നെഹ്റുവിൻ്റെ ഈ സോവിയറ്റ് പക്ഷപാതിത്വം തുടരുന്നതിൻ്റെ കഥയാണ് പറയുന്നത്. കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മന്ത്രിസഭ, അതിൽ CH മേനോൻ മുഖ്യമന്ത്രിയാകുന്നു കേരളത്തിൽ. ആലോചിച്ചു നോക്കൂ. സോവിയറ്റ് യൂണിയൻ പറഞ്ഞിട്ടാണ്. എന്തിനാണ് അങ്ങനെ സ്വീകരിക്കുന്നത്? അന്ന് കരുണാകരന് മുഖ്യമന്ത്രിയാകാമല്ലോ, ആഭ്യന്തരമന്ത്രിയായുള്ളൂ. ആയുള്ളൂ, മുഖ്യമന്ത്രി ആകേണ്ട ആളാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയല്ലേ. അതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1962 നെഹ്റു അവസാനമാകുമ്പോഴേക്കും ഒരു നല്ല സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയിൽ നിന്ന് വലിയ പതനത്തിലേക്ക് വന്നിരുന്നു. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, രാഷ്ട്രപതിയായിരുന്ന എസ് രാധാകൃഷ്ണൻ്റെ മകൻ എസ് ഗോപാൽ എഴുതിയ നെഹ്റുവിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ. ഒന്ന്, 1959 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിടുകയല്ലോ വേണ്ടത്, അതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിമോചന സമരം എന്ന് പറഞ്ഞൊരു സംഗതി, അത് ഇന്ദിരാഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് നെഹ്റു ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തത് 1962 ചൈനയുമായുള്ള യുദ്ധത്തിലുണ്ടായ പരാജയം. അങ്ങനെ 2 കാരണങ്ങളാൽ അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള പദവിയിൽ വല്ലാത്ത വീഴ്ച. അല്ല സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ നെഹ്റുവിനെയും മോദിയും കമ്പയർ ചെയ്യുമ്പോൾ നെഹ്റുവിന് ക്രമാനുഗതമായി നെഹ്റു വീഴുകയായിരുന്നു. മോദി അങ്ങനെയല്ല. അദ്ദേഹം ക്രമാനുഗതമായി ഓരോ വർഷവും കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ ഉയർന്നുയർന്നു വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ 1962 ഞാനൊരു വേറൊരു രാജ്യത്തിന്റെ കളിപ്പാവയായിരുന്നു എന്ന് നെഹ്റു പറയുകയാണ്. 1962 ഡിബക്കിളിന് ശേഷം നെഹ്റു ഹിമാലയത്തിലേക്ക് പോയി, രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഇനി ഞാൻ തുടരുന്നില്ല. എന്തിനാ ഹിമാലയത്തിലേക്ക് പോയത്? അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി എന്ന് സ്വയം സമ്മതിച്ചിട്ട് ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മോദിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മോദി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അത് അവസാനം എല്ലാം മറ്റേ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണല്ലോ. അങ്ങനെ ചെയ്യുമോ മോദി? അദ്ദേഹം, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ 100 വയസ്സ് വരെ പ്രധാനമന്ത്രിയാകാമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്താപരമായ ഒരു പോസ്റ്റർ, അതായത് അദ്ദേഹത്തിന്റെ ഈ ദൗത്യം പ്രധാനമന്ത്രി പദത്തിൽ ഒരു തവണ കൂടിയോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ കൂടിയോ നമുക്കറിയില്ല. പാർട്ടി ഇത് നമ്മൾ എങ്ങനെയാണെന്നറിയാമോ ഞാൻ കാണുന്നത്? അദ്ദേഹം ഒരു പിടി 2ാം നിര നേതാക്കളെ വളർത്തിക്കഴിഞ്ഞു. 2 അല്ല 2ഉം 3ഉം എത്ര നിര നേതാക്കന്മാരോ? ഈ ഞാനാണ് എനിക്ക് ശേഷം പ്രളയം അങ്ങനെ വിചാരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം. നമ്മള് ഈ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ 2ാമത്തെ മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അനുഭവമുള്ള ആളുകളെ മുഴുവൻ മാറ്റി. അപ്പൊ എന്തോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണല്ലോ അത് ചെയ്തത്. അതാണ് വലിയ പരാജയമായി പോയത്. പണ്ട് എല്ലാ മന്ത്രിസഭയിലും മറ്റേ ഇടത് മന്ത്രിസഭകളില് ബേബി ജോൺ ഉണ്ടാവുമായിരുന്നു. ഒരു സംശയം വരുമ്പോ ബേബി ജോണിനോട് ചോദിക്കുമല്ലോ. ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹിമാലയത്തിലേക്ക് പോയ നെഹ്റു എങ്ങനെയാണെന്നറിയോ തിരിച്ചു വന്നത്? സോവിയറ്റ് യൂണിയനിൽ നിന്ന് ബ്രഷ്നേവ് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ശരി. ആരുടെ റിമോട്ട് കൺട്രോളിലായിരുന്നു നെഹ്റു എന്ന് വളരെ വ്യക്തം. ആ റിമോട്ട് കൺട്രോളിന് എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾ, ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല. ഒന്ന് ഗാന്ധിവധം, 2 സുഭാഷ് ചന്ദ്രബോസ്. അതെ ഞാൻ ചോദിക്കാൻ പോയിരുന്നു. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമുണ്ടല്ലോ. ഇത് 3ഉം നമുക്ക് ഇന്ത്യക്കാർക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രഹേളിയാണ്. വളരെ അങ്ങോട്ട് ജീവനോടെ പോയ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഔട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. 1 മാസത്തിന്റെ ഉള്ളിലാണ് ഹോമിജെ ഭാഭ വിമാനാപകടത്തിൽ മരിക്കുന്നത്. ഹിമാലയത്തിൽ വീണു മരിക്കുന്നു. അത് 2ഉം തമ്മിൽ ബന്ധപ്പെട്ടാണ്. കാരണം നമ്മള് അണുബോംബ് അനൗൺസ് ചെയ്യാൻ പോവാണെന്ന് ഹോമിജെ ബാബ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്കിത് വിശദമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. താഷ്കെൻഡിലെ ദുരന്തവും ഹിമാലയത്തിൽ ബാബയുടെ മരണവും നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും. നമുക്കത് സവിശേഷമായി ഒന്നെടുക്കാം. പക്ഷേ ഇപ്പം എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ മോദിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മോദി എന്ന
പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതീകമായി അഭിമാനമായി നിൽക്കുകയാണ്. ലോകത്തെ എല്ലാ നേതാക്കന്മാരും ആദരിക്കുന്ന ഒരു വ്യക്തിയായി മോദി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് വിദേശത്തുള്ള ഇന്ത്യക്കാർക്കും കിട്ടുന്നുണ്ട്. മോദിയുടെ അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കും? മോദിക്ക് ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കാഴ്ചപ്പാടും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടും തമ്മിൽ ഒരു ബന്ധമില്ല. കാരണം ഞാൻ ആദ്യത്തെ വിജയപ്രസംഗത്തിനെ പറ്റി പറഞ്ഞു. മോദിയുടെ 2ാമത്തെ വിജയപ്രസംഗത്തിൽ മോദി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ആളുകൾ ഒരു കടലാസുമായിട്ട് നടക്കുന്നുണ്ട്. അതൊരു ഫാഷനാണ് അവർക്ക്. ആ കടലാസിൻ്റെ പേരാണ് മതേതരത്വം. അതൊരു ഫാഷനായിട്ട് അവർ കൊണ്ടു കിടക്കുന്നു. അതിലൊരു കാഴ്ചപ്പാടുണ്ട്. കാരണം മതേതരത്വം എന്ന് ഇന്ത്യയിൽ വിവക്ഷിക്കപ്പെടുന്നത് കപട മതേതരത്വമാണെന്ന് മോദി മനസ്സിലാക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ മതേതരത്വം എന്ന പേരിൽ ന്യൂനപക്ഷ പ്രീണനമാണ് നടക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനവും വിഘടനവാദവുമാണ് നടക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനത്തിൽ വേണമെങ്കിൽ അതും കുറച്ചുകൂടെ ലഘൂകരിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. അതെ. മറ്റു ന്യൂനപക്ഷങ്ങളെ ആരും, ഇപ്പോൾ ജൈനരുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവർക്കൊന്നും ഒരു പരിഗണനയില്ല. ഇപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്നത് പുതിയ വാക്കാണ്, വളരെ പഴയ വാക്കൊന്നുമല്ല. 1906 ഹോളിയോക്കെ എന്ന് പറഞ്ഞ ഒരു ചെറുകിട അവിശ്വാസിയും അധാർമികനുമായ ഒരു പത്രാധിപര്, 250 കോപ്പിയൊക്കെ ചെലവുള്ള പ്രചാരമുള്ള ഒരു പത്രാധിപര്, സെക്യുലറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം തന്നെ ഇറക്കി. അയാൾ ഉണ്ടാക്കിയ വാക്കാണ് സെക്യുലറിസം എന്നുള്ളത്. എന്താണ് അയാളുടെ പേരെന്താണ് സാർ? ഹോളിയോക്കെ. എവിടുത്തുകാരനാണ് അയാൾ? ബ്രിട്ടീഷുകാരനാണ്. ആദ്യം 2-3 പത്രമൊക്കെ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ പോയിട്ട് അയാൾ ഈ മതവിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ പിടിച്ച് ജയിലിലിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം സെക്യുലർ ആയത്. അങ്ങനെ പത്രത്തിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ ഈ വാക്ക് സെക്യുലറിസം എന്ന് പറഞ്ഞ വാക്ക് അയാൾ ഉപയോഗിച്ച് വേറൊരു സംഭാവന ചെയ്തൊരു വാക്കാണ് ജിങ്കോയിസം. ഇത് രണ്ടും ഇയാളുടെയാണ്. ഹോളിയോർക്കിന്റെ അതിദേശീയത എന്ന് പറയാവുന്ന വാക്കാണ് ജിങ്കോയിസം. ഇത് ഈ ഹോളിയോക്കെ എന്ന് പറയുന്ന ആളുടെ സംഭാവനയാണ്. അപ്പോ ഒരു അവിശ്വാസിയായ ആളുടെ സംഭാവനയാണത്. അതിന് അത്രയും വില കൽപ്പിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മുടെ സംസ്കൃതി ഉയർത്തിപ്പിടിക്കുക. അദ്ദേഹത്തിന് ഹിന്ദു ദേശീയവാദം, കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു സന്ദേഹവും മോദിക്കില്ല. അതാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോളനി വാഴ്ചയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ, റോഡുകളുടെ പേരുകൾ, അത് മുഴുവൻ എടുത്ത് മാറ്റിയല്ലോ. രാജ്പഥ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഇടുന്നു. ഇത് മുഴുവൻ എടുത്തു മാറ്റുന്നു. അവശിഷ്ടങ്ങൾ, മതേതരത്വം എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി, അതിനെപ്പറ്റി സമ്പൂർണ്ണമായിട്ടും തട്ടിപ്പായിരുന്നല്ലോ നെഹ്റുവിന്റെ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ നേരത്തെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തൊക്കെ പ്രയാഗ്രാജില് പഞ്ചവത്സര പദ്ധതിയുടെ ലഘുലേഖകൾ വിതരണം ചെയ്ത് ധാരാളം കാര്യങ്ങളുണ്ട് എക്സ്പോസ് ചെയ്യാവുന്നത്. ഇത്തരം എന്താ പറയുക, കാപട്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് മോദി. അദ്ദേഹം എന്താണെന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിലും നമ്മുടെ മുമ്പിലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി ജയശങ്കർ. അദ്ദേഹത്തിന് RSS പശ്ചാത്തലമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നപ്പോൾ അത് നന്നാവുമെന്നൊക്കെ എന്നോട് ഈ പല ഈ സംഘികൾ എന്ന് മറ്റവർ പറയുന്നവരും ചോദിച്ചിരുന്നു. എൻ്റെ ഒരു ചൈന സന്ദർശനത്തിൽ ഞാൻ ജയശങ്കറെ അന്ന് യുവാവായിട്ട് കണ്ടിട്ടുണ്ട് അവിടുത്തെ എംബസിയിൽ. കെ രംഗനാഥൻ അവിടുത്തെ അംബാസഡർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അന്നും അറിയാം, അങ്ങനെ പുറത്തു വെച്ചൊക്കെ മോദി കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ. അപ്പോൾ ഈ മോദിക്ക് പറ്റിയൊരു വിദേശകാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, ജയശങ്കർ, യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ കോവിഡിന്റെ കാലത്ത് ഇന്ത്യ ലോകത്തിന്റെ ഔഷധ നിർമ്മാണ ഫാക്ടറിയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ തലയുയർത്തി നിൽക്കുന്നതുകൊണ്ടാണ് ആർക്കും കിട്ടാത്ത പോലെ ഒരു സ്വീകരണം വൈറ്റ് ഹൗസിൽ, അല്ലേ? ചുവന്ന പരവതാനി
ലോകത്തിന്റെ എവിടെ അല്ല, നമ്മളിത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ UAE-യിലാണ്, നരേന്ദ്രമോദി. അതെ, അവിടെ രാജകീയമായ സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കുക. അതെ, ഞാൻ വായിച്ചു ഖത്തറിലെ അമീറിനെ കണ്ടതും. അതെ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മോദി ഇന്ത്യയെ ശരിയായ ദിശയിൽ നയിക്കുകയാണെന്നാണ് സാറ് പറയുന്നത്. അടുത്ത 5 വർഷത്തെ ഭരണം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതിഷ്ഠിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും. ഭാരതത്തിലെ സാധാരണക്കാരെ അറിയുന്ന ഒരാൾ, അതായത് ഗാന്ധി പറഞ്ഞിരുന്നു, ഈ സൈദ്ധാന്തികമായ കാര്യങ്ങൾ അത് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല. ഈ മതേതരത്വം ഇങ്ങനത്തെ അതൊക്കെയാണല്ലോ ഈ സൈദ്ധാന്തികം എന്നൊക്കെ പറയുന്ന ഫാഷിസം. നാട്ടുകാർക്ക് പണ്ട് ലിൻപിയാമോ ദിമിത്രോ എന്നൊക്കെ നക്സലൈറ്റുകൾ പറഞ്ഞിരുന്ന പോലെയുള്ളൂ. ഇതൊക്കെ ആവശ്യമില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളോട് രാമനെ പറ്റി പറയുന്നത് എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങളോട് രാമനെ പറ്റി പറയുന്ന രണ്ടാമത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഗാന്ധിക്ക് ശേഷം മോദിയാണ്. അപ്പോൾ ഹൃദയസ്പന്ദനം നാട്ടുകാരുടെ മനസ്സിലാക്കിയ രണ്ടാമത്തെ നേതാവാണ് മോദി. അദ്ദേഹത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അതിനെ കപട മതേതരവാദികൾ ഭയക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.